ദൃശ്യം 3 ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. ഏപ്രിൽ 2 വേൾഡ് വൈഡ് റിലീസ് ചെയ്യാനിരുന്ന പടമാണ് ദൃശ്യം 3. കാരണം ഇത്രയും 2026 പ്രതീക്ഷയുള്ള ചിത്രങ്ങളിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് ദൃശ്യം 3. GCCയിലെ പ്രശ്നങ്ങൾ, ഇലക്ഷൻ കാരണമൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ ഡേറ്റ് മാറ്റുമ്പം പലർക്കും യൂതാണ്ട് നല്ലൊരു വെക്കേഷൻ, ഏപ്രിൽ എന്ന് പറയുന്നത് നല്ലൊരു വെക്കേഷൻ സമയമാണ്. അത് പോയി എന്ന് പറഞ്ഞാൽ പല പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും ഒക്കെ ജൂണിലും ജൂലൈയിലും ഒക്കെ ആക്കുന്ന കാണാം. പക്ഷേ ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ ആശീർവാദ് ഫിലിംസ് ആണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ പടങ്ങൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവരെ കണ്ടുപിടിക്കണം. കൃത്യം മെയ് 21 മോഹൻലാലിന്റെ ബർത്ത്ഡേ എന്നുള്ളത് മാത്രമല്ല, മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്, അതൊരു സ്പെഷ്യലാണ്. മാത്രമല്ല അങ്ങോട്ട് അത് വ്യാഴം, വെള്ളി, ശനി, ഞായറാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം. പിന്നെ ഈദിന്റെ ഹോളിഡേയ്സ് കിട്ടും. നമുക്കറിയാം കേരളത്തിന്റെ ഇരട്ടി കളക്ഷൻ ഇപ്പം GCCക്ക് കൺട്രോളിൽ കണ്ടു. ഇത് GCC രാജ്യങ്ങളിൽ കിട്ടും. ഈ ദിവസങ്ങളെല്ലാം അവധിയാണ് അവിടെ. ഏകദേശം ഒരു മൊത്തത്തിലൊരു 10 ദിവസത്തോളം ഗംഭീര പടമാണെങ്കിൽ കോടികൾക്ക് ഉയരാനുള്ള ഗംഭീര ഡേറ്റ്. ഇത് വേറെ ഒരു പ്രൊഡ്യൂസർമാർക്കും ഈ ഒരു കൃത്യം പടം ചാർട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള കഴിവ്, അത് നല്ല പടമാണെങ്കിൽ ഏത് സമയത്ത് ഓടുമെന്നൊക്കെ പറഞ്ഞാൽ പോലും മഴ സമയത്തും പല പ്രമുഖ നടന്മാരും ഇത് കണ്ട് പഠിക്കേണ്ടതാണ്. ഈ റിലീസ് ഡേറ്റിന്റെ ചാർട്ടിങ് അത് ആന്റണി പെരുമ്പാവൂരാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട്, എന്നാൽ പോലും ബെസ്റ്റ് എന്ന് തോന്നുന്നത് നമുക്ക് എപ്പോഴും ആന്റണി പെരുമ്പാവൂരാണ്. എന്തായാലും ദൃശ്യം 3 മെയ് 21 വേൾഡ് വൈഡ് റിലീസാണ്. ഗംഭീരമാകട്ടെ ക്ലാസിക് ക്രിമിനലിന്റെ തിരിച്ചുവരവ്.